ഇന്ത്യ ഉറച്ച ഒരു നിലപാടെടുത്ത് ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോയതോടെ അമേരിക്ക വെട്ടിലാവുന്നതാണ് പിന്നീട് ലോകം കണ്ടത്. ഇപ്പൊ എന്ത് പറ്റി? ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലെയും പ്രതിനിധികൾ അമേരിക്കയിലേക്ക് ഓടിപ്പോയി ട്രംപിന്റെ കാല് പിടിച്ച് ചർച്ചകൾ നടത്തുന്ന സമയത്ത് ഇന്ത്യ അമേരിക്കയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും വ്യാപാര ചർച്ചകൾ നിന്നു പോവുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഇപ്പോ ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? അമേരിക്കയുടെ ഒരു സംഘം ഇന്ത്യയിൽ നമ്മുടെ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യയുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി. തീരുവ സംഘർഷം നടക്കുന്നതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ മൈ ഫ്രണ്ട്, മൈ ഗ്രേറ്റ് ഫ്രണ്ട് നരേന്ദ്രമോദി എന്നൊക്കെ പറഞ്ഞു വരുന്നു. നമ്മുടെ രണ്ട് ഗ്രേറ്റ് രാജ്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ഒരു വ്യാപാര കരാറൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ലപോലെ മുന്നോട്ട് പോകാമെന്ന് പോസ്റ്റ് ഇടുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്തു? ശരി, അമേരിക്കൻ പ്രസിഡന്റിന് അത് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ നേരത്തെ 2 ദിവസം മുമ്പേ നമ്മൾ ഓക്കെയാണ്. അമേരിക്കയാണ് ഇതെല്ലാം കുളം തോണ്ടാനായിട്ട് ശ്രമിച്ചത്. അമേരിക്കയുടെ നിബന്ധനകളെല്ലാം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല, നമ്മൾ അതിൽ നിന്ന് പിന്മാറി. ഇപ്പൊ ട്രംപ് തന്നെ പറയാണ് നമുക്ക് മുന്നോട്ട് പോകാമെന്നാണെങ്കിൽ ഓക്കെ ശരി നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി പറഞ്ഞു ശരി ഞാൻ കാത്തിരിക്കുകയാണ്, നിങ്ങൾ വരൂ നമുക്ക് സംസാരിക്കാം എന്ന് നരേന്ദ്രമോദി പറയുന്നു. ഇപ്പൊ ട്രംപിന്റെ ആദ്യ സംഘം ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ വാണിജ്യ പ്രതിനിധി ബ്രണ്ടർ ലിഞ്ച് വാണിജ്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി രാജേഷ് അഗർവാളുമായിട്ട് ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയാണ്. 6ാം വട്ട ചർച്ചകൾക്ക് മുന്നോടിയായിട്ടാണ് ഉദ്യോഗസ്ഥതല കൂടിക്കാഴ്ച നടക്കുന്നത്. ബ്രണ്ടൻ ലിഞ്ച് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിനെ സന്ദർശിക്കാനും സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞ് 25%, ഇന്ത്യൻ വിപണിയിൽ താരിഫ് നമ്മൾ അമേരിക്കൻ പ്രോഡക്റ്റുകളുടെ മേൽ ചുമത്തുന്നു എന്ന് പറഞ്ഞ ഒരു 25%, അങ്ങനെ 50% താരിഫാണ് സമ്മാനമായിട്ട് ട്രംപ് ഇന്ത്യക്ക് തന്നത്. ഇന്ത്യ യാതൊന്നും ചെയ്തില്ല. അമേരിക്കയുടെ കാല് പിടിക്കാനും പോയില്ല, എതിർക്കാനും പോയില്ല. കാരണം ഇന്ത്യ ഭരിക്കുന്നവർക്ക് നന്നായിട്ടറിയാം ലവൻ ഇങ്ങ് വരും. എത്രയൊക്കെ ചാടിയാലും, ഈ ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയിലെന്ന് പറയുന്ന പോലെ എത്ര ചാടിയാലും അവസാനം അവരിങ്ങോട്ട് എത്തും, ഇന്ത്യയുടെ അടുത്ത് എത്തും. കാരണം 145 കോടി ജനങ്ങളുള്ള അമേരിക്കയിലെ ടോട്ടൽ പോപ്പുലേഷനേക്കാൾ കൂടുതൽ മിഡിൽ ക്ലാസ് ഉള്ള ഒരു രാജ്യം, ആ രാജ്യത്തെ വിപണി എന്ന് പറയുന്നത് ഏതൊരു വികസിത രാഷ്ട്രത്തിന്റെയും സ്വപ്നമാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുന്ന ഒരു വിപണി. അങ്ങനത്തെ ഒരു വലിയ ശക്തിയായിട്ടുള്ള ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം, ഇന്ത്യക്ക് അമേരിക്കയെ വേണ്ടതിനേക്കാൾ കൂടുതൽ അമേരിക്കയ്ക്ക് ഇന്ത്യയെ വേണം. പക്ഷെ ഇത് ട്രംപ് സമ്മതിക്കില്ല. ട്രംപ് എപ്പോഴും ട്രംപിന്റെ ഒപ്പം നിൽക്കുന്ന കോമരങ്ങളും പറയുന്നത് എന്താണ്? ഇന്ത്യക്ക് എന്തൊക്കെയോ നേട്ടങ്ങൾ ഉണ്ടാവുന്നു, ഇന്ത്യക്കാണ് ഗുണമെന്നാണ്. പക്ഷെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇപ്പോ അവസാന ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്ന അമ്മാവന്റെ അവസ്ഥയിലാണ് അമേരിക്ക. അതായത് ആയ കാലത്ത് ഭയങ്കരമായിട്ട് ആഡംബരം കാണിച്ച് എല്ലാവരെയും വെല്ലുവിളിച്ച് ജീവിച്ചു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ വയസ്സായി. ഇപ്പോൾ കാലന്റെ വിളിയും കാത്ത് കട്ടിലിൽ കിടക്കുന്ന അമ്മാവനാണ്. ശ്വാസം എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഏത് സമയത്തും ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയിലാണ് അമേരിക്കൻ സാമ്രാജ്യം ഇന്ന് നിലനിൽക്കുന്നത്. സ്വന്തമായിട്ട് എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അമ്മാവന് ഇപ്പൊ നമ്മളെയാണ് ആവശ്യം. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള, ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ് ഉള്ള, ഏറ്റവും പവർഫുൾ ആയിട്ട് അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന എക്കണോമി എന്നറിയപ്പെടുന്ന ഇന്ത്യ, ആ ഇന്ത്യ അമേരിക്കയ്ക്കാണ് ആവശ്യം. ഈ യാഥാർത്ഥ്യം ഇവർ എത്ര മറച്ചു വെച്ചാലും അത് അങ്ങനെ അല്ലാതെ ആവുന്നില്ല. ഇപ്പൊ അമേരിക്കയുടെ പ്രതിനിധി സംഘം എന്തിനാണ് ഇന്ത്യയിലേക്ക് വരുന്നത്? ജപ്പാനിലും സൗത്ത് കൊറിയയിലും ഒക്കെ ഉള്ള ആൾക്കാർ അങ്ങോട്ട് പോയി ട്രംപിന്റെ അടുത്ത് കാല് പിടിച്ചു. നമ്മളും ഇവിടെ നിന്ന് സംഘങ്ങളൊക്കെ അങ്ങോട്ട് പോയി, അവര് വന്നിരുന്നു, നമ്മളും പോയിരുന്നു. നമ്മൾ പോയി മാന്യമായിട്ട് നമ്മൾ എല്ലാത്തരം ചർച്ചകൾക്കും തയ്യാറായി. പക്ഷെ പീയൂഷ് ഗോയൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല എന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞതാണ്. അത് നമ്മൾ അതേ നിലപാടിൽ തന്നെ നിന്നു. അപ്പൊ അമേരിക്കയാണ് വ്യാപാര ചർച്ചകളിൽ നിന്ന് പിന്മാറിയതും ഇന്ത്യയുടെ മേൽ താരിഫ് ചുമത്തിയതും ഉടക്കിയതും. ഇന്ത്യ അങ്ങോട്ട് അതിനുശേഷം പോയിട്ടില്ല. അയ്യോ ട്രംപെ സഹായിക്കണമെന്ന് പറഞ്ഞ് പോയില്ല. ഇന്ത്യ വേറെ വഴി നോക്കി. അപ്പൊ എന്ത് ചെയ്തു? അമേരിക്കയ്ക്ക് മനസ്സിലായി കൂടുതൽ ഡിമാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന്. അങ്ങനെ വന്നപ്പോൾ ഇപ്പൊ ട്രംപ് എന്ത് ചെയ്തു? ട്രംപ് സംയമനത്തിന്റെ ഒരു പാതയിലേക്ക് എത്തുന്നു. ഇന്ത്യയും നരേന്ദ്രമോദിയെയും കുറിച്ച് ഒരു പോസ്റ്റ് ഇടുന്നു. നരേന്ദ്രമോദി അതിനെ റീട്വീറ്റ് ചെയ്തിട്ട് അതിനെ പിന്തുണയ്ക്കുന്നു. ആ ഒരു സന്ദർഭത്തിൽ ഇപ്പൊ ട്രംപ് ഉടനെ തന്നെ ഒരു സംഘത്തെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അപ്പൊ അധിക തീരുവ പിൻവലിക്കണം എന്നുൾപ്പെടെയുള്ള ഡിമാൻഡുകൾ ഇന്ത്യ അമേരിക്കൻ പ്രതിനിധികളുടെ മുന്നിലേക്ക് വയ്ക്കുമെന്നാണ് സൂചന. കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇനിയിപ്പോൾ ആരായിരിക്കും ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകണമെങ്കിൽ ആരായിരിക്കും വിട്ടുവീഴ്ച ചെയ്യാൻ പോകുന്നത്? അമേരിക്ക ആയിരിക്കും. നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഒരു ഇഞ്ച് മാറിയിട്ടില്ല. ഇപ്പൊ പിന്നെ ട്രംപ് ഇവരെ അയക്കുന്ന എന്തിനാണ്? നമ്മുടെ ഡിമാൻഡ് അംഗീകരിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണെങ്കിൽ മാത്രമേ വ്യാപാര കരാർ ഉണ്ടാവൂ. അപ്പൊ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ഡിമാൻഡ് അംഗീകരിക്കേണ്ടി വരികയാണ്.
അമേരിക്ക ഒരു വലിയ പവറാണ്. നമ്മൾ അമേരിക്കയെ വെല്ലുവിളിച്ചിട്ട് നമുക്കൊരു എക്കണോമിക് പവർ ആകാൻ പെട്ടെന്നൊന്നും കഴിയുകയുമില്ല. ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചിട്ട് കാര്യമുള്ളൂ. നമ്മൾ അതിനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അമേരിക്ക നമ്മളെക്കാൾ 5, 6, 7 മടങ്ങ് സാമ്പത്തികമായി മുന്നിലാണ്. അതുപോലെ തന്നെ അവരുടെ മിലിറ്ററി നമ്മളെക്കാൾ പവർഫുൾ ആണ്. ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ നമ്മുടെ ആത്മാഭിമാനം നമുക്ക് പണയം വയ്ക്കാൻ പറ്റില്ല. നമ്മളെക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് പറഞ്ഞിട്ട് നമുക്കങ്ങനെ മറ്റേ നട്ടല് വളച്ച് നിന്നുകൊണ്ടുള്ള ഒരു നേട്ടവും നമുക്ക് ആവശ്യമില്ല. ആ ഉറച്ച തീരുമാനം ഇന്ത്യ ഗവൺമെന്റ് എടുത്തപ്പോൾ രാജ്യത്തെ ഒട്ടുമിക്ക ജനങ്ങൾ കൂടെ നിന്ന് കേട്ടോ. പ്രതിപക്ഷത്തെ വിടുക, പക്ഷെ ആ പ്രതിപക്ഷത്തുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾ പോലും, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. മെജോറിറ്റി ഇന്ത്യ ഗവൺമെന്റിനൊപ്പം നിന്നു. അപ്പൊ ഇന്ത്യ ഈ ഐക്യപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അമേരിക്ക നമുക്കെതിരെ തിരിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിലുള്ള ഐക്യം വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇപ്പോ അമേരിക്ക പതിയെ അവരുടെ മുൻ നിലപാടുകളിൽ നിന്ന് അയഞ്ഞു വരികയാണ്. പക്ഷേ ഇവര് അമേരിക്കയിൽ എന്താ പറയുന്നതെന്ന് അറിയോ? ട്രംപിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ പറയുന്നത്, അവരുടെ കൊമേഴ്സ് സെക്രട്ടറി അടക്കമുള്ള സകല വാഴകളും പറയുന്നത് ഇന്ത്യ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് ചർച്ച നടത്താൻ, ഇന്ത്യ ഓക്കെയാണ്, ഇന്ത്യ അവരുടെ നിലപാടുകൾ തിരുത്താന്ന് പറഞ്ഞിരിക്കുകയാണെന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ അവിടെ പറയുന്നത്. ട്രംപ് എന്ന് പറയുന്ന പൊങ്ങച്ചക്കാരനായിട്ടുള്ള മനുഷ്യന് പച്ചക്കള്ളങ്ങൾ, നുണകൾ പറഞ്ഞുകൊണ്ട് എങ്ങനെയാ അവിടുത്തെ രാഷ്ട്രീയത്തിൽ പിടിച്ചിരിക്കണം, അതിനുവേണ്ടി അയാൾ സകല കളികളും കളിക്കുകയാണ്. എന്തായാലും ഇന്ത്യയാണ് വഴങ്ങിയതെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടാണല്ലോ ആള് പോവേണ്ടത്, അവിടെ നിന്ന് ഇങ്ങോട്ടല്ലല്ലോ വരേണ്ടത്. അപ്പൊ വഴങ്ങിയത് ആരാണെന്നൊക്കെ ചിന്തിക്കാൻ കഴിവുള്ള അമേരിക്കക്കാർക്കും മനസ്സിലാവും. ട്രംപും അമേരിക്കയും ഇന്ത്യയുടെ മുന്നിൽ വഴങ്ങുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ അവർക്ക് ആവശ്യമാണ്, പക്ഷേ അവരിത് തുറന്ന് സമ്മതിക്കില്ല. നമുക്കെന്തോ നേട്ടം ഉള്ളതുപോലെ അവരെപ്പോഴും പറയൂ. പക്ഷെ യാഥാർത്ഥ്യം ഇന്ത്യക്ക് നന്നായിട്ടറിയാം. നമുക്ക് അവരെ കൊണ്ടുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളെ കൊണ്ട് അവർക്കാണ് നേട്ടമുള്ളത്. അപ്പൊ അതുകൊണ്ട് അവർ വരും. എത്രയൊക്കെ അങ്ങോട്ട് പറന്ന് പൊങ്ങിയാലും പതിയെ താഴെ വരും. ആ വരുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്. അതിന്റെ തുടക്കമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, നമ്മൾ നട്ടലിലൊന്ന് വളഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും നമ്മളെ ഉമാരി പിടിച്ച് വളയ്ക്കും. നമ്മളൊന്ന് നിവർന്ന് നിന്നിട്ട് എന്താണോ എന്ന് അങ്ങോട്ട് ചോദിച്ചാൽ ലവനൊന്ന് പകയ്ക്കും. ആ പകച്ചതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇന്ത്യ സ്ട്രോങ് ആയിട്ട് അമേരിക്കയുടെ തീരുമാനങ്ങൾക്കെതിരെ നിലപാടെടുക്കുകയും അമേരിക്കയെ ഭയപ്പെടാതെ, ട്രംപിനെ ഭയപ്പെടാതെ ഉറച്ച നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അവർക്ക് മനസ്സിലായി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയോ പ്രഷർ ചെലുത്തിയോ കൂടെ നിർത്താൻ പറ്റില്ല. ഇന്ത്യ ഒരു സൗത്ത് കൊറിയ അല്ല, ഇന്ത്യ ജപ്പാൻ അല്ല, ഓസ്ട്രേലിയ അല്ല, യൂറോപ്പ് അല്ല. ഇന്ത്യ ലോകത്തെ 4ാമത്തെ പവർഫുൾ രാജ്യമാണ് എന്ന യാഥാർത്ഥ്യം പതിയെ പതിയാണെങ്കിലും ട്രംപ് മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇന്ത്യയോട് ഡീൽ ചെയ്ത രീതി മണ്ടത്തരമായി പോയി എന്ന് അമേരിക്കയിൽ തന്നെയുള്ള സാമാന്യ ബോധമുള്ള മനുഷ്യന്മാർ ട്രംപിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രംപ് പതിയെ പതിയെ സത്യം മനസ്സിലാക്കുകയാണ്. ഒപ്പം ലോകം ഇന്ത്യയുടെ പ്രാധാന്യവും ശക്തിയും തിരിച്ചറിയുകയാണ്. ഗ്ലോബൽ സൗത്തിന് ആരാധനയോടെ ഇന്ത്യ നോക്കുന്നുണ്ട്. കാരണം ഇന്ത്യ ചൈനയുടെ പകുതി പോലും GDP ഇല്ലാത്ത രാജ്യമാണ്. എന്നിട്ടും നമ്മൾ ചൈനയ്ക്കൊപ്പമോ അതിനേക്കാൾ ശക്തമോ ആയ നിലപാട് അമേരിക്കയ്ക്കെതിരെ എടുത്തിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.